ദൈവത്തിന് സ്തുതി. പ്രഭാത കിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2137. ഇന്ന് നവംബർ മാസം 6-ാം തീയതി. ഈ ആണ്ടിലെ 310-ാമത്തെ ദിവസത്തിലെത്തി. ക്രിസ്തുയേശുവിന്റെ കഠിനമായ ഒരു ശബ്ദം തന്നെയാണ്. ഞാൻ നിങ്ങളെ അറിയുന്നില്ല. ഏറെ സങ്കടത്തോടെയാവും, കണ്ണു നിറഞ്ഞാവും അത് നമ്മളോട് പറയുക. പക്ഷേ അതൊരു കഠിനമായ ശബ്ദം തന്നെയാണ്. അങ്ങനെ യേശുവിന് പിടുത്തം കിട്ടാത്ത ഒരു ജീവിതമാണോ? യേശുവിന് എത്തിപ്പിടിക്കാൻ പറ്റാത്ത, താല്പര്യപ്പെടാത്ത, എത്താനാവാത്ത, അതിനൊട്ടും പാകമാകാത്തൊരു ജീവിതത്തിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. വിശുദ്ധനായ ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം അതിന്റെ 25-ലേക്ക് എത്തുമ്പോൾ, നിങ്ങൾ എവിടെ നിന്നുള്ളവരെന്ന് അറിയുന്നില്ല, ദൈവം പോലും അറിയുന്നില്ല. അവിടുന്ന് വന്നതാണ് നമ്മൾ. എന്നിട്ട് ആ ഒരു ഛായയും സാദൃശ്യവും സൗമ്യതയൊക്കെ നമ്മൾ എങ്ങനെയൊക്കെ നഷ്ടപ്പെടുത്തിയല്ലേ. പക്ഷെ നമുക്ക് പറയാൻ അപ്പോഴും മറുപടിയുണ്ട്. അത് തൊട്ടടുത്ത വചനത്തിലൂടെ നമ്മൾ അറിയിക്കുന്നുണ്ട്. ധൈര്യത്തോടെ പിടിച്ചു നിൽക്കാനുള്ള ചില ആളുകളുടെ അവസാന ശ്രമമാണ്. നിന്റെ മുമ്പിൽ ഞങ്ങൾ ഭക്ഷിച്ചിട്ടുണ്ട്, നിന്റെ മുമ്പിൽ ഞങ്ങൾ കുടിച്ചിട്ടുണ്ട്. അപ്പം പാനം ചെയ്യുകയും ഭക്ഷിക്കുകയും ഒക്കെ നമ്മൾ ഒരുമിച്ച് ചെയ്തിട്ടുണ്ടെന്നാണ്. എന്തൊരു വലിയ സൗഹൃദത്തിന്റെ, അടുപ്പത്തിന്റെ, ബന്ധത്തിന്റെ ഒരു അടയാളമാണ് ഒരുമിച്ച് ആഹാരം കഴിക്കുക. അതിനെക്കുറിച്ച് നല്ല ഓർമ്മയുണ്ട് ആൾക്കൂട്ടത്തിന്. ഒരുപക്ഷെ എനിക്ക് നിന്റെ മുമ്പിൽ ഞങ്ങൾ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ തെരുവീതികളിൽ നീ പഠിപ്പിക്കുകയും ചെയ്തു. അങ്ങനെയുണ്ട്. ഞങ്ങളുടെ ഈ തെരുവീതികളിലൂടെ നീ പഠിപ്പിച്ച് കടന്ന് പോയിട്ടുണ്ട്. നമ്മൾ ഒരുമിച്ച് അങ്ങനെ കുറെ നേരമൊക്കെ ആയിട്ടുണ്ട്. നമുക്ക് ഇന്ന് പറയാം, ആഴ്ചയിൽ ഒരു ദിവസം, അതെ, ആ നല്ല ഞായറാഴ്ച കുറച്ചു നേരമൊക്കെ നമ്മൾ ഒരുമിച്ചായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. നിന്റെ തിരുശരീരവും തിരുരക്തവും, പുറത്തിറങ്ങിയ കിട്ടുന്ന ലഘുഭക്ഷണവും എല്ലാം ശരിയാണ്. പക്ഷെ അപ്പോഴും അവിടെ നിന്ന് ആ കഠിനമായ ശബ്ദം തന്നെയാണ്. സങ്കടത്തോടും നിറകണ്ണുകളോടും കൂടിയാണേലും കഠിനമായ ശബ്ദം അവിടെ നിന്ന് വീണ്ടും വരുന്നുണ്ട്. നിങ്ങൾ എവിടെ നിന്നുള്ളവരെന്ന് ഞാൻ അറിയുന്നില്ല. അങ്ങനെ ഞാൻ നിങ്ങളോട് പറയുകയാണ്, കൂട്ടിച്ചേർക്കട്ടെ, അനീതി പ്രവർത്തിക്കുന്ന ഏവരുമേ എന്നെ വിട്ടുപോകും. നീതിയോടുകൂടിയുള്ള ഒരു ജീവിതത്തിന്റെ നിലപാടുകളുടെ ഒരു അഭാവം ക്രിസ്തുയേശുവിനെ സംബന്ധിച്ച് തന്റെ ജനത്തിന്മേൽ പൊറുക്കാനാവാത്തൊരു കാര്യമായി മാറുന്നു. കുറെ കൂടി നീതിപൂർവം ജീവിപ്പാനായിട്ട് എന്തുകൊണ്ടാണ് സാധിക്കാത്തത്? കുറെ കൂടി നീതിബോധം, ആ ഒരു നീതിബോധത്തിനു വേണ്ടി, അത്തരം ഒരു അവബോധത്തിനു വേണ്ടി യേശുവിനെ തന്നെ സമീപിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നീതിബോധമുള്ളവരെയും അതില്ലാത്തവരെയും കൃത്യമായി തരംതിരിക്കാനായിട്ട്, മനസ്സിലാക്കിയെടുക്കാനായിട്ട് കെൽപ്പുള്ള ആളോട് തന്നെ നമുക്ക് ചോദിക്കാം, എന്നെ ഒന്ന് പാകപ്പെടുത്തി തരണം. നമ്മൾ ഒരുമിച്ച് ഭക്ഷിച്ചിട്ടുണ്ട്, പാനം ചെയ്തിട്ടുണ്ട്, ഒരുമിച്ച് ക്ലാസ്സിലൊക്കെ ഇരുന്നിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് മാത്രം രക്ഷയില്ല കേട്ടോ. അതിനപ്പുറത്ത് നീതിയോടുകൂടിയ ചില ഇടപെടലുകൾ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ പരിസരത്ത് ഞാൻ നൽകേണ്ടിയിരിക്കുന്നു. പ്രാർത്ഥനയോടുകൂടി. ആമേൻ.